ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് CSSനെ പറ്റിയിട്ടാണ്. CSS എന്ന് വെച്ചാൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഇത് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. അതായത് HTML എന്ന് പറയുന്നത് ഒരു വെബ് പേജിന്റെ സ്കെൽറ്റൻ ആണെന്ന് പറയാം. അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് HTML എങ്കിൽ CSS എന്ന് പറയുന്നത് ആ സ്ട്രക്ചറിന് ഒരു സ്റ്റൈൽ കൊടുക്കുന്ന എലമെന്റ് ആണ് CSS. അതാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. നമ്മൾ HTML ട്യൂട്ടോറിയലിൽ ഓരോ ടാഗും പരിചയപ്പെട്ടപ്പോൾ ആ ഓരോ ടാഗിൽ അതെങ്ങനെയാണോ ഡീഫോൾട്ടായിട്ട് വിസിബിൾ ആവുന്നത് അതായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ കുറച്ചുകൂടെ കളറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് യൂസ് ചെയ്യുന്നത്. ഈ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിന്റെ ഷോർട്ട് ഫോം ആണ് CSS. ഇതിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നതും .css ആണ്. നമ്മൾ CSS ഫയൽസ് എക്സ്റ്റേണൽ ആയിട്ട് വേറൊരു ഫയലിനകത്ത് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .css ആണ്. ഇതാണ് അതിന്റെ സിൻടാക്സ്. ഇതിൽ സെലക്ടർ H1 എന്ന് പറയുന്നത് ടാഗ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് നെയിം വെച്ചോ ID വെച്ചോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു പേര് വെച്ചോ നമുക്ക് കൊടുക്കാൻ കഴിയും. ഇനി ഒരു ഒബ്ജക്റ്റ് രൂപേണ പ്രോപ്പർട്ടീസും വാല്യൂസും കൊടുക്കാം. ഇതിൽ നമ്മൾ കളർ ബ്ലൂ, ഫോണ്ട് സൈസ് 12 എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്, നമുക്കത് ആഡ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് CSS ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് ഇൻലൈൻ CSS. ഇൻലൈൻ CSS നമ്മൾ കഴിഞ്ഞ ലെസണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിക്കാം. ഓക്കെ, സ്റ്റൈൽ എന്ന ആട്രിബ്യൂട്ടിനകത്ത് കളർ റെഡ് എന്ന് പറഞ്ഞിട്ട് ഈ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ കഴ്സർ അവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാൻ കഴിയും. ഇതിന്റെ ഡെമോ ഞാൻ കാണിക്കുന്നില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് CSS ആണ് ഇന്റേണൽ CSS. അത് ഈ സെയിം ഫയലിൽ തന്നെയാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഹെഡ് ടാഗിലാണ് സ്റ്റൈൽ മെൻഷൻ ചെയ്യുന്നത്. സ്റ്റൈൽ എന്ന ടാഗിനകത്ത് സിൻടാക്സിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം സെലക്ടറിന്റെ പേര് കൊടുക്കുക. ഞാൻ H1 സ്റ്റൈൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ H1 എന്ന ടാഗിന്റെ പേര് കൊടുത്തു. കേളി ബ്രേസസിനകത്ത് നമ്മൾക്ക് വേണ്ട സ്റ്റൈല് പ്രോപ്പർട്ടി ഫുൾ കോളൻ നെയിം എന്നുള്ള രീതിയിൽ കൊടുക്കുക. ഞാൻ കളറാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ബ്ലൂ ഞാൻ കൊടുത്തുന്നിരിക്കുക. ഇതിൽ കളർ എന്നുള്ളത് അതിൻ്റെ പ്രോപ്പർട്ടിയും ബ്ലൂ എന്നുള്ളത് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ആണ്. നമ്മൾ നേരത്തെ സിൻടാക്സിൽ പറഞ്ഞ പോലെ തന്നെ. ഇത് കഴിഞ്ഞിട്ടൊരു സെമിക്കോളം വേണം കേട്ടോ, ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് H1 ടാഗിനാണ്. അതിനിപ്പോൾ ഒരു കളറ് ബ്ലൂ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് വരും. കണ്ടോ, ഹെഡിങ്ങിന് ബ്ലൂ കളർ കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇന്റേണൽ CSS വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് CSS ആണ് എക്സ്റ്റേണൽ CSS. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് CSS ഫയൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ഇവിടെ വിളിക്കുകയാണ് ചെയ്യുന്നത്. ഈ എക്സ്റ്റേണൽ CSSന്റെ എക്സാമ്പിളായിട്ട് ഞാൻ ഒരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. അതിൻ്റെ പേര് style.css എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ടാഗിന് സ്റ്റൈൽ ചെയ്താലോ. ഞാനിപ്പോൾ ഒരു H2 എന്ന് പറഞ്ഞ ടാഗ് ക്രിയേറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ഏത് ടാഗ് വേണേലും ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ കണ്ടന്റ് ആയിട്ട് ഹെഡിങ് 2 എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി സിൻടാക്സിൽ പറഞ്ഞ പോലെ സെലക്ടർ പ്ലസ് അതിൻ്റെ പ്രോപ്പർട്ടി പിന്നെ കറസ്പോണ്ടിങ് വാല്യൂ. ഞാൻ പഴയ പോലെ തന്നെ കളർ കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു ബ്രൗൺ കളറാണ് ഇതിന് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ ഇപ്പോൾ കൊടുക്കുക. ബിസ്ക്, ഇതൊക്കെ ഏത് കളറാണെന്നറിയില്ല. ഇനി ഇവിടെ വന്ന് നോക്കി എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. കാരണം അതെന്നറിയോ? വേണമെങ്കിൽ നോക്കിക്കോ, ഹെഡിങ് 2 അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. കാരണം നമ്മൾ ആ ഫയല് ഇവിടെ വിളിച്ചിട്ടില്ല. നമ്മൾ വെറുതെ ഒരു style.css മാത്രമാണ് കൊടുത്തത് അല്ലേ. ആ ഫയൽ ഇവിടെ കോൾ ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് വെബ് പേജിൽ അത് ലിസ്റ്റ് ചെയ്യത്തുള്ളൂ. അതിനായിട്ട് ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നേരെ വരും. അല്ലാതെ തന്നെ ലിങ്ക് റിലേഷൻ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ആ സ്റ്റൈൽ ഫയലിനെ കോൾ ചെയ്യും. ഇനി നോക്ക്, കണ്ടോ, ഹെഡിങ് 2 അതിൻ്റെ കളർ ബ്രൗണും ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ബേജ് കളറും വന്നിരിക്കുകയാണ്. ഇങ്ങനെയാണ് എക്സ്റ്റേണൽ CSS വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.